അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻ വി റിവേഴ്സ് ഡയബറ്റീസ്? ഡയബറ്റീസ് നമുക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുമോ? അത് റിവേഴ്സിബിൾ ആണോ എന്നാണ്. ഞാനൊരു 100% റിവേഴ്സിബിൾ എന്നുള്ള രീതിയിൽ പറയില്ല, പക്ഷെ ഒരു 99% പോസിബിൾ ആണ്. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ഒരു അനാലജി വെച്ച് ഞാൻ പറയാം. നമ്മളൊരു റബ്ബർ ബാൻഡ് നീട്ടി വലിച്ചു പിടിച്ചിങ്ങനെ കുറച്ച് നേരം പിടിച്ചിരിക്കുക. ഓക്കെ, ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ നീട്ടി പിടിച്ചിരിക്കുക. അത് കഴിഞ്ഞ ശേഷം അത് പതുക്കെ വിട്ടു കൊടുക്കുക. അപ്പൊ ഒരു 99% ഒറിജിനൽ പൊസിഷനിലേക്ക് വരും. അത് 100% വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ശരീരത്തിന് ഇൻസുലിനെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു. അത് തിരിച്ചു വീണ്ടെടുക്കാൻ ഒരു പരിധി വരെ പറ്റും. അത് എത്ര പറ്റും എന്നുള്ളത് ഡിപ്പെൻസ് അപ്പോൺ ഏജ്. ഒരു ഫാക്ടറാണ്. യങ്ങർ ആയിട്ട് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അയാളുടെ ബോഡി കൂടുതൽ റെസ്പോൺസീവ് ആണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ജെനറ്റിക്സ് ഇസ് ഓൾസോ പാരാമീറ്റർ. ഈ പറഞ്ഞ മാതിരി ജെനറ്റിക് പ്രീ ഡിസ്പോസിഷൻ ഉള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, പക്ഷേ സോ ഐ വുഡന്റ് സേ 100% റിവേഴ്സിബിൾ, പക്ഷെ ഒരു ഫെയർ ബിറ്റ്, ഒരു റീസണബിൾ എമൗണ്ട് റിവേഴ്സിബിൾ തന്നെയാണ് ടൈപ്പ് 2 ഡയബറ്റിസ്. അപ്പൊ അതിൽ ചെയ്യേണ്ടത് പറഞ്ഞ മാതിരി തന്നെ കാലറീസ് മാനേജ് ചെയ്യുക, ടോട്ടൽ പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് മാനേജ് ചെയ്യുക, എക്സസൈസ്, പ്രൈമറിലി റെസിസ്റ്റൻസ് ട്രെയിനിങ് ആൻഡ് വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റീസ് ക്യാൻ ബി മാനേജ്ഡ് ആൻഡ് ബി റിവേഴ്സ്ഡ് ടു 99%. ടൈപ്പ് 1 വന്നു കഴിഞ്ഞാൽ ഇൻസുലിൻ എടുക്കേണ്ടി വരും. ഇപ്പോൾ കുറച്ച് റിസർച്ച് ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാൻക്രിയാസിലെ ബീറ്റാ സെൽസിനെ വീണ്ടും പ്രവർത്തിപ്പിച്ച് കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ള മെഡിസിൻസ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഡയറ്റ് ഇന്റർവെൻഷൻസ് ആവാം. പക്ഷെ അതിനെ പറ്റിയിട്ട് റിസർച്ച് നടന്നു വരുന്നതേ ഉള്ളൂ. ഒരു 100% ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു റിസർച്ച് എവിഡൻസോ ഒരു വിലയിരുത്തലോ ഇതുവരെ വന്നിട്ടില്ല. ചോദിക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം യൂഷ്വലി ലൈക്ക് ഇപ്പം വാട്ട് ഇഫ് ഒരു ആൾക്ക് ഇഫ് ഈ എന്താ പറയാ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഓക്കെ, എന്തെങ്കിലും പെട്ടെന്നൊരു ഇഷ്യൂ വരുന്നു, ഡയബറ്റിക് ആയിട്ട് തലകറക്കം വരുന്നു, അപ്പൊ എന്താണ് ചെയ്യേണ്ടത് ആ ആള്? ആസ് എൻ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ തലകറക്കോ എന്തിലൊക്കെ വരുമ്പോഴത്തേക്ക് എന്താണ് അപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം? ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് തലകറക്കം ഇങ്ങനത്തെ കാര്യങ്ങളും പൊതുവെ വരുന്നത് ഹൈപ്പോഗ്ലൈസമിക് ആയതുകൊണ്ടായിരിക്കാം. അതായത് സമയത്തിന് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടും അതിന്റെ ഒപ്പം ഉള്ള ടാബ്ലറ്റ് എടുത്ത് കഴിച്ചിട്ട് ശരീരത്തിന് ഇൻസുലിൻ. അപ്പൊ ഞാനൊരു കാര്യം പറ്റും, ഇതിന് മുന്നേ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ ബ്ലഡിലെ ഷുഗർ ലെവൽസ് മോശമായ ഒരു സംഭവമല്ല, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. ഓക്കെ, ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ വേണം. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു ലെവൽ ഉണ്ട്, ഒരു മിനിമം. ഫോർ എക്സാമ്പിൾ, ഒരു എക്സ്പ്ലനേഷൻ ടേക്കിന് മിനിമം ഒരു 70, മാക്സിമം ഒരു 120 ഈ റേഞ്ചിൽ നിൽക്കണം. കാര്യം ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവലാണ് നമ്മുടെ ശരീരത്തിലെ എനർജി. ഈ 70 താഴെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ വന്നിട്ടാണ് അതിനെ തിരിച്ച് ബ്ലഡിലെ ഷുഗർ ലെവൽസ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, 130 മേലെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ വന്നിട്ടാണ് അത് 130 താഴത്തേക്ക് കൊണ്ടുവരുന്നത്. ഈ ഇൻസുലിനും ഗ്ലൂക്കോണും രണ്ടും ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് പൊതുവെ ചെയ്യുന്നത്. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് പൊതുവെ തലകറക്കവും കാര്യങ്ങളും പൊതുവെ വരുന്നത് ഈ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൂടിയത് കൊണ്ടല്ല, താന്നതുകൊണ്ടാണ് പൊതുവെ വരാറ്. ഓക്കെ, അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചില്ല, അതിന്റെ ഒപ്പം ഇതേമാതിരി ഗ്ലാമിഫ്രൈഡോ അമാറലോ അങ്ങനത്തെ മരുന്ന് എടുത്ത് കഴിച്ചിട്ടുണ്ടാവും ടൈമിന്, അല്ലെങ്കിൽ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ, അല്ലെങ്കിൽ ഇതേമാതിരി ഫാഡ് ഡയറ്റ് സച്ച് കീറ്റോ അല്ലെങ്കിൽ ഒരു ലോ കാർബ് LCHF ഡയറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഇങ്ങനെയുള്ള, അതെ, GM ഡയറ്റ് വേറൊരു ഇത് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് കാരിയോ ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു സ്വീറ്റോ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു സംഭവം കഴിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അത് ഹൈപ്പോഗ്ലൈസിമിക് ആവുന്ന കേസസിലാണ്, അത് ബ്ലഡ് ഷുഗർ ലെവൽസ് താഴ്ന്നു പോകുമ്പോൾ കഴിക്കേണ്ട സംഭവങ്ങളാണിത്. ഓക്കെ, സോ അത് ഒന്ന്. പിന്നെ ബ്ലഡ് ഷുഗർ ലെവൽസ് കൂടുന്നത് കൊണ്ടുള്ള പ്രശ്നം, ഡയബറ്റീസ് ഇസ് എ സ്ലോ പോയ്സൺ ആൻഡ് ഇറ്റ്സ് എ വെരി വെരി പവർഫുൾ ലീത്തൽ പോയ്സൺ. ഓക്കെ, അതായത് ഈ 130, 140 ആവുമ്പോൾ ഇതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു മലപ്പടക്കം മാതിരിയാണ്. ഒന്ന് പൊട്ടി തെറിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ പൊട്ടലായിരിക്കും. കാര്യം ഇത് ഇമ്പാക്ട് ചെയ്യുന്നത് കിഡ്നി ഇമ്പാക്ട് ചെയ്യും, ലിവർ ഇമ്പാക്ട് ചെയ്യും, ഇതിന് കാല് തൊട്ട് കണ്ണ് വരെ അത് ഇമ്പാക്ട് ചെയ്യും. ഡയബറ്റിക് ഫുഡ് തൊട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി വരെ അത് ഇമ്പാക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അത് അവിടെ ഇമ്പാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ ഈ പറഞ്ഞ പിടിച്ചു കൊടുത്ത് നമുക്ക് കിട്ടില്ല. ഓക്കെ, അത് കിഡ്നി ഇമ്പാക്ട് ചെയ്തിട്ട് കിഡ്നിന്ന് ചിലപ്പോൾ ആൽബുമിനേറിയ ആവാം, കിഡ്നിന്ന് പ്രോട്ടീൻ ലീക്ക് ആവുന്നത്, അല്ലെങ്കിൽ ക്രിയേറ്റിൻ ലെവൽസ് കൂടുന്നത്, അല്ലെങ്കിൽ GFR ലെവൽസ് ഭയങ്കരമായിട്ട് കുറയുന്നത്,
അല്ലെങ്കിൽ ലിവറിന്റെ ഫംഗ്ഷൻ ഇമ്പാക്ട് ചെയ്യാം, പല രീതിയിലാവാം. അപ്പോ കുറയുന്നത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, എങ്ങനെ സ്വീറ്റ്സോ അല്ലെങ്കിൽ ഷുഗറി ആയിട്ടുള്ളതോ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് കഴിക്കുക, റെസ്റ്റ് ചെയ്യുക, റെസ്റ്റ്. മിക്കപ്പോഴും ഈ ഡയബറ്റിക് ഹൈപ്പോഗ്ലൈസീമിയ വളരെ വളരെ കോമൺ ആണ്. ഡെന്നീസ്, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ഫോർ യു. ഡയബറ്റിക് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആയ ക്ലയൻസ് ഡെന്നീസിന് വരുന്നുണ്ടാവുമല്ലോ, അവർക്ക് മസിൽസ് ഗെയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവരുടെ ഡെന്നിസിന്റെ അപ്രോച്ച് എന്താണ് ഒരു ഡയറ്ററി പെർസ്പെക്ടീവിൽ, ആൻഡ് മോർ ഇമ്പോർട്ടന്റ്ലി ഒരു എക്സസൈസ് പെർസ്പെക്ടീവിൽ ഡെന്നിസ് എങ്ങനെയാണ് അങ്ങനത്തെ ഒരു ക്ലയൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത്? യൂഷ്വലി ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് തിങ് ഞാൻ വാട്ട് ഐ ഡു ആസ് എൻ ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്നുള്ള രീതിയിൽ, ഫസ്റ്റ് തിങ് വിൽ ഹാവ് എ ചെക്ക് ഓൺ ഹിസ് ബോഡി കോമ്പോസിഷൻ. പുള്ളിക്ക് എത്ര പെർസെന്റ് ബോഡി ഫാറ്റ് ഉണ്ട്, ശരീരത്തിൽ എത്ര മസിൽ മാസ് ഉണ്ട്, ഒരു എന്താണ് പുള്ളിയുടെ ടാർഗറ്റ്, എല്ലാം ആദ്യം മനസ്സിലാക്കി. ചാടി കയറിയിട്ട് നമ്മൾ ഓക്കെ ഒരു 10 കിലോ നമുക്ക് കുറയ്ക്കാം, ഒരു മാസം മതി എന്ന് പറഞ്ഞിട്ട് വി ഡോണ്ട് ഡു ദാറ്റ്. സോ യൂഷ്വലി അവരുടെ ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആകണം. ഇതാണ് എന്റെ ഒരു എയിം വെൻ ഇറ്റ് കംസ് ടു ഫിറ്റ്നസ്. നമ്മൾ ചുമ്മാ വാട്ട് ഹാപ്പൻ, കാരണം ഇവിടെ എല്ലായിടത്തും വരുന്ന ഒരു പ്രോബ്ലം ആണ്. ജിമ്മിൽ പോയി കഴിഞ്ഞിട്ട് ട്രെയിനേഴ്സ് ഒന്നും ചോദിക്കത്തോലുമില്ല എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഒന്നും ചോദിക്കത്തില്ല. ചാടിക്കറി ഇത് കഴിക്കണ്ട, അത് കഴിക്കണ്ട, രാത്രി 6 മണി കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാൻ പാടില്ല, ഡയറക്റ്റ് അങ്ങ് പറഞ്ഞ്. അപ്പൊ അതാണ് യൂഷ്വലി വരുന്നത്. സോ ആ ഒരു കോൺസെപ്റ്റ് അല്ല ഞാൻ ഫോളോ ചെയ്യുന്നത്. വാട്ട് ഐ ഡു ഇസ് ലൈക്ക്, ഞാൻ ഒരു അനലിസിസ് നടത്തും. അവരുടെ വേസ്റ്റ് മെഷർമെന്റ് എത്ര ഉണ്ട്, ഹിപ്പ് മെഷർമെന്റ്സ് എത്ര ഉണ്ട്, ബോഡി ഫാറ്റ് പെർസെന്റേജ് എത്ര ഉണ്ട്, പിന്നെ ഈ പറയുന്ന എന്തെങ്കിലും ഈ പറയുന്ന ലൈക്ക് ഹെൽത്ത് കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടോ, ഇതിന്റെ ബേസിസ് ആയിരിക്കും യൂഷ്വലി ഞാൻ ഒരു ഡയറ്റ് ചാർട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് തിങ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ കാർഡിയോ ചെയ്യാനോ ഒന്നുമല്ല. ഫസ്റ്റ് തിങ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് വെയിറ്റ് ട്രെയിനിങ് തന്നെയാണ്. വെയിറ്റ് ട്രെയിനിങ്, റെസിസ്റ്റൻസ് ട്രെയിനിങ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം റെസിസ്റ്റൻസ് ട്രെയിനിങ് ശരീരത്തിൽ ലീൻ മസിൽ മാസ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ദി ഓൺലി ഓപ്ഷൻ ഇസ് ടു ഹാവ് സം റെസിസ്റ്റൻസ് ഇൻ യുവർ വർക്ക്ഔട്ട്. അല്ലാണ്ട് നമുക്ക് ഈ പറയുന്ന ബോഡി വെയിറ്റ് ട്രെയിനിങ് എത്ര വരെ അതിൽ പ്രോഗ്രഷൻ ഇല്ല. ബോഡി വെയിറ്റ് ട്രെയിനിങ്ങിൽ ഒരു പ്രോഗ്രസീവ് ഓവർലോഡിങ് ഇല്ല, ഒരു എക്സ്റ്റെന്റ് വരെ പറ്റത്തില്ല. പക്ഷെ പീപ്പിൾ ആൾക്കാര് ഓവർലോഡ് കേട്ടോ, വെൻ ഇറ്റ് കംസ് പ്രോഗ്രസീവ് ഓവർലോഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ കുറെ സ്റ്റൈൽ ഓഫ് പ്രോഗ്രഷൻസ് ഉണ്ട്. ഈ പറയുന്ന ലീനിയർ പ്രോഗ്രഷൻ ഉണ്ട്, DUP സ്റ്റൈൽ പ്രോഗ്രഷൻ ഉണ്ട്, പല ടൈപ്പ് ഓഫ് പ്രോഗ്രഷൻ ഉണ്ട്. നമ്മൾ ട്രെയിനിങ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ക്ലയന്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ ചാടിക്കറി ഓക്കെ നമുക്ക് ഇത് ചെയ്യാം അത് ചെയ്യാം എന്ന് പറഞ്ഞ് പറയത്തില്ല. ബട്ട് റാദർ അവരുടെ സ്ട്രെങ്ത് ലെവൽ നോക്കും, ബെഞ്ച് പ്രസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടോ, സ്ട്രെങ്ത് ഒട്ടും ഇല്ലെങ്കിൽ ഒരു ലീനിയർ പ്രോഗ്രഷൻ സ്റ്റൈലിൽ സ്ലോലി വെയിറ്റ് ആഡ് ചെയ്ത് ആ ഒരു 12 വീക്സ് 16 വീക്സ് ഇങ്ങനെ കൊണ്ടുപോകും. അതിന്റെ കൂടെ അതിനനുസരിച്ച് നല്ല ട്രെയിനിങ് സെഷൻസ് കൊടുക്കുകയും ചെയ്യും. പിന്നെ കാർഡിയോ സെഷൻസും, കാർഡിയോ കൂടുതലും ഒരു കാർഡിയോ വാസ്കുലർ എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കുന്നത്. എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ കാർഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റ് ബേണിംഗ് ആണ്. ഓക്കെ, ഇപ്പൊ ഒരു കാലറി അല്ലെങ്കിൽ ഹൈപ്പർ കാലറിക് ഡയറ്റ് നിന്നിട്ട് കാർഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റ് പോകത്തില്ല, പ്രൂവൺ ആണ്. അപ്പൊ എല്ലാവരും വിചാരം കാർഡിയോ ചെയ്ത ആളാണ് നമ്മൾ തടി കുറയുന്നത്. അപ്പൊ റാദർ ഞാനൊരു കുറച്ച് പേസ് ഇട്ട് കൊടുക്കും, മേ ബി 1 or 2 സെഷൻസ് എ വീക്ക്. ഇതാണ് ഒരു നോർമൽ. വെയിറ്റ് ട്രെയിനിങ് കൊടുക്കും, 1 or 2 സെഷൻസ് ഓഫ് കാർഡിയോ ആഴ്ചയിൽ. പിന്നെ ഒരു സ്റ്റെപ്പ്, ഒരു ഡെയിലി സ്റ്റെപ്സ് നോക്കാനായിട്ട് പറയും, ജസ്റ്റ് ടു ഇൻക്രീസ് അവരുടെ ആക്ടിവിറ്റി ലെവൽ കൂട്ടാനായിട്ട്. അതിനാണ് സ്റ്റെപ്പ് നോക്കുന്നത്. ആൾക്കാർ വിചാരം നമ്മൾ സ്റ്റെപ്പ്, ഇപ്പം രാജീവ് നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർ വിചാരം നടക്കുമെന്ന് പറഞ്ഞാൽ എന്തോ വലിയ എക്സസൈസ് ആണ്. എക്സസൈസ് അല്ല. എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ മസ്കുലർ എൻട്രൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ മസിൽസിനെ ടാർഗറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു റെസിസ്റ്റൻസ് എന്തെങ്കിലും വരുമ്പോഴാണ് അതൊരു എക്സസൈസ് എന്ന് പറയുന്നത്. ഇതൊരു രീതിയിലും ഒരു എക്സസൈസ് ഫോമാറ്റ് അല്ല. നമ്മൾ ജസ്റ്റ് നടക്കുമെന്ന് പറയുന്നത്, നമ്മൾ ആക്ടിവിറ്റി കൂട്ടും. അതിനാണ് നടത്തം കൂട്ടണം എന്ന് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. അപ്പൊ ഇതാണ് എന്റെ ഒരു യൂഷ്വൽ റൂട്ടീൻ. ആൻഡ് ഓൾസോ ഡയറ്റിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് 2 രീതിയിലാണ്. ഒരു ബിഗിനർ എന്നുള്ളൊരു ആള് വരുമ്പോഴത്തേക്ക്, ഒരു കംപ്ലീറ്റ് ബിഗിനർ എന്നുള്ള ഒരാൾ വരുവാണെങ്കിൽ യൂഷ്വലി ജിമ്മിൽ വരുന്നതും പകുതിയും ബിഗിനേഴ്സ് ആണ്. പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു ആൾക്കാരും ആണെങ്കിലും ബിഗിനേഴ്സ് ആണ് വരുന്നത്. ഇങ്ങനത്തെ ആൾക്കാർ അപ്പം ഐ ഡോണ്ട് തിങ്ക് നല്ലൊരു അതെ. സോ അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു റീസണബ്ലി ഒരു കാലറി ഡെഫിസിറ്റിൽ നിന്നും ദേ ക്യാൻ ബിൽഡ് മസിൽ ബിൽഡ് ചെയ്യാനും പറ്റും, ഫാറ്റ് കുറയ്ക്കാനും പറ്റും. അതാണ് ബോഡി റീകമ്പോസിഷൻ. ആ ഒരു ബോഡി റീകമ്പോസിഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു അഡ്വാൻസ്ഡ് ലിഫ്റ്റർ വരുമ്പോഴത്തേക്കും, നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് കുറെ വർഷങ്ങളായിട്ട്
റേഞ്ചിൽ ഒരാൾ വരുമ്പോഴത്തേക്ക് ആ ആള് ഈ പറയുന്ന ഒരു ഐ യൂഷ്വലി സേ ഒരു കാലറി മെയിൻ്റനൻസ് എന്നൊക്കെ. കാരണം ആ ആൾക്ക് ഓൾറെഡി ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ മനസ്സിൽ വെച്ചിട്ട് വേണം ഈ പറയുന്ന ഡയറ്റ് നോക്കാൻ. ഇപ്പൊ അതേ ആൾക്ക് എനിക്ക് ആ കണ്ടീഷൻ ഇല്ല. അപ്പൊ ഞാൻ പറയുകയാണ്, ഓക്കെ നിങ്ങൾ ചാടി കയറി കാലറി സർപ്ലസ് നിൽക്ക് 350 grams ഓഫ് കാർബോഹൈഡ്രേറ്റ് കഴിക്കും, അല്ലെങ്കിൽ ഇത്രയും പ്രോട്ടീൻ കഴിക്കും, ഫാറ്റ് എന്ന് കഴിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് ഡസൻ മേക്ക് സെൻസ്. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉള്ള ഒരാൾക്ക് ഈ പറയുന്ന ഒരു സ്ലോ മസിൽ ബിൽഡിംഗ് പ്രോസസ്സ് ഞാൻ എന്താ പറയുക പ്രൊമോട്ട് ചെയ്തു. ആൻഡ് സോ ഇതാണ് ഞാൻ യൂഷ്വലി ഒരു പ്രിസ്ക്രൈബ് ചെയ്യുന്ന പാറ്റേൺ. വാട്ട് വുഡ് യു ഡു? ഒരു ലെറ്റ്സ് സേ ഒരു അഡ്വാൻസ്ഡ് ലിഫ്റ്റർ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുറെ കാലമായിട്ട് ട്രെയിൻ ചെയ്യുന്ന ആൾക്ക് ഡയബറ്റിക് ആവുന്നതിന്റെ റീസൺ എന്തെങ്കിലും വരുമ്പോൾ ഈ പറയുന്ന type 1 ഡയബറ്റീസ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? വെരി സിമിലർ ടു വാട്ട് യു സെഡ്. ഡെന്നിസ് പറഞ്ഞ അതിന് വളരെ സിമിലർ ആയിട്ട് തന്നെയാണ് ഞാനും എന്റെയും അപ്രോച്ച്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ അവരുടെ അടുത്ത് പോയി കിലോമീറ്ററോളം ത്രെഡ്മില്ലിൽ പോയിട്ട് ഓടാനൊന്നും പറയാറില്ല. ഞാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് അത് നിർത്തുന്ന ഞാൻ ആദ്യം പറയാം. കാര്യം അത് ചെയ്തിട്ട് ആർത്രൈറ്റിസും ലോവർ ബാക്ക് പ്രോലാപ്സും സ്കയാറ്റിക് നെർവ് ഇംപിഞ്ച്മെന്റും ഒക്കെ വരുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതൊക്കെ ആദ്യം നിർത്തിയിട്ട് ഈ പറഞ്ഞ മാതിരി തന്നെ റഫ്ലി സിമിലർ ടൈപ്പ് ഓഫ് എക്സസൈസ് പാറ്റേൺ തന്നെയാണ് ഞാനും പൊതുവെ പറയാറ്. ഇൻക്ലൂഡ് പ്രൈമറിലി ഒരു റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്നുള്ള ഒരു എക്സസൈസും, ബട്ട് കാർഡിയോ ഇസ് ഇമ്പോർട്ടൻറ്റ്, കാർഡിയോ വാസ്കുലർ എബിലിറ്റി ഇസ് ഇമ്പോർട്ടൻറ്റ്, ഹാർട്ട് ആൻഡ് ലങ് ആണുള്ളത്. അപ്പൊ അതും ഇൻക്ലൂഡ് ചെയ്യും. പക്ഷെ പ്രൈമറിലി ഒരു റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്നുള്ള മോഡലിൽ തന്നെയാണ് ഞാനും പൊതുവെ തുടങ്ങുന്നത്. ഓഫ് കോഴ്സ് കേട്ടോ, അത് മറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സും ഇഷ്യൂസും അനുസരിച്ച് ഇരിക്കും. ഫോർ എക്സാമ്പിൾ ഡെന്നിസ് തന്നെ അറിയാമല്ലോ, പൈൽസ് ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ പോയി വെയിറ്റ് എടുക്കാൻ പറ്റില്ല, ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൈൽസും പിസ്റ്റളുള്ള ആൾക്ക് വെയിറ്റ് ലിഫ്റ്റിംഗ് ഇസ് ഡിഫിക്കൾട്ട്. അപ്പോൾ അതാണ് എക്സസൈസ് ചെയ്യുന്നത്. അപ്പൊ ഡെന്നിസിന്റെ അതേ അപ്രോച്ച് തന്നെയാണ്. ഡയറ്റിൽ വരുമ്പോഴും അത് വളരെ സംതിങ് വെരി സിമിലർ. പക്ഷെ ഇതിൽ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതില് കാർബോഹൈഡ്രേറ്റ്സും പൊതുവെ ഡയബറ്റിക് ആയ ആൾക്കാർക്ക് ഇമ്മീഡിയറ്റ് അപ്രോച്ച് എന്താന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക, പ്രോട്ടീൻ കൂട്ടുക എന്നുള്ളതാണ് ചെയ്യാറ്. ഓക്കെ, ഇതിലൊരു സംഭവം വരുന്നത് മിക്ക ആൾക്കാർക്കും എന്റെ എക്സ്പീരിയൻസിൽ ഒരു 50% ഡയബറ്റിക് വരുന്ന ആൾക്കാർക്കും യൂറിക് ആസിഡ് ഉണ്ടാവും. ഓക്കെ, അപ്പോ കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് പ്രോട്ടീൻ കയറ്റുമ്പോ കാലില് ടോസിന്റെ അവിടെ വേദന, ഇൻഫ്ലമേഷൻ, മുട്ടുവേദന, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാൻ സാധ്യത. യൂറിക് ആസിഡ് ബിൽഡപ്പ്, ഗൗട്ട് കാരണം. അപ്പോൾ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് നമുക്ക് കണ്ണടച്ച് കുറയ്ക്കാനും പറ്റില്ല, പ്രോട്ടീൻ നമുക്ക് വിത്തൗട്ട് തിങ്കിങ് ടു മച്ച് കൂട്ടാനും പാടില്ല. ആ ഒരു അപ്രോച്ച്, ആ ഒരു ബാലൻസ് എപ്പോഴും വേണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പ്രത്യേകിച്ചും പ്യൂറീൻ ഉള്ള പ്രോട്ടീൻ കോണ്ടന്റ് ഉള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ് കൂടും. അപ്പോൾ എല്ലാ പ്രോട്ടീനും പറ്റില്ല, കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ഭയങ്കരമായിട്ട് കുറയ്ക്കാനും പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലും കോംപ്ലക്സ് ആക്കും, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആക്കും. അതല്ല സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള റിലേറ്റീവ്ലി ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള വൈറ്റ് റൈസ് മാതിരിയുള്ള ഭക്ഷണമാണ് കഴിക്കാൻ താല്പര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വെജിറ്റബിൾസ്, നോൺ സ്റ്റാർച്ചി ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യും. അതായത് ചേന, ചേമ്പ്, കാച്ചില്, ഉരുളക്കിഴങ്ങൊക്കെ ഒഴിവാക്കി കൂർക്ക, കായ, കോൺ ഇതൊക്കെ ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഹൈലി ഫൈബർ ആയിട്ടുള്ള ഒരു ഭക്ഷണം. പക്ഷെ കാർബോഹൈഡ്രേറ്റ് പതുക്കെ കൂട്ടും എക്സസൈസ് ചെയ്യുന്ന. ഡെന്നിസ് പറഞ്ഞ അതേ അപ്രോച്ച് തന്നെയാണ് എന്റെയും ചെയ്യുന്നത്. സോ ഓൾമോസ്റ്റ് സിമിലർ അപ്രോച്ച് തന്നെയാണ് ഞാനും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. വൺ മോർ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഡയബറ്റീസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് വർക്കൗട്ട് എന്തായിരിക്കും? കാരണം ഞാൻ ഈ ചോദിക്കാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ പിക്ചർ അറിയാം വൺ ഓഫ് ഹിസ് ക്ലയൻസ്. അപ്പം ഈ ഒരു ആൾക്ക് രാജീവ് പ്രിസ്ക്രൈബ് ചെയ്ത ഒരു ട്രെയിനിങ് സ്റ്റൈൽ അല്ലെങ്കിൽ മെത്തഡോളജി എന്തായിരുന്നു? അപ്പോ അവർക്കൊരു കാണുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടും എന്ത് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആയിരിക്കും ബെറ്റർ എന്നുള്ളത്. ഓക്കെ, ഒരു ബിസിനസ്സുകാരനായിരുന്നു. അപ്പോൾ ജിമ്മിൽ പോകാൻ സമയവും സാവകാശവും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി റെസിസ്റ്റൻസ് ട്രെയിനിങ്, വെയിറ്റ് ട്രെയിനിങ് തന്നെയാണ് ചെയ്തത്. ജിമ്മിൽ ചെയ്യുന്ന അതേ എക്സസൈസ് ഒക്കെ തന്നെ വീട്ടിൽ വെച്ച് ചെയ്തത്. അപ്പോൾ സാധാരണ നമ്മുടെ റെസിസ്റ്റൻസ് ബാൻഡ് ഉണ്ടല്ലോ, റെസിസ്റ്റൻസ് ബാൻഡ്സ് വെച്ചിട്ട് ആദ്യം എക്സസൈസ് തുടങ്ങി. റെസിസ്റ്റൻസ് ട്രെയിനിങ് തന്നെ, ബൈസെപ്സും ഷോൾഡേഴ്സും എല്ലാം ഓരോരോ മസിൽ ഗ്രൂപ്പ്സ് ആയിട്ട്. പിന്നെ പതുക്കെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഒരു ഡംബിൾസ് 2 സെറ്റ് ഡംബൽ വാങ്ങിച്ചിട്ട് അത് വെച്ച് തുടങ്ങി. ഈ ഡയറ്റില്
രസകരമായ സംഭവം ഈ ഡയറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോ ഞാൻ ആദ്യം നമ്മൾ അയച്ചു കൊടുത്ത ഡയറ്റിൽ ചോറും ചപ്പാത്തിയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ ദോശയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ ചോദിച്ചു വന്നത് അയ്യോ ഞാൻ ഡയബറ്റിക് ആയ ഞാൻ ഇതൊക്കെ കഴിക്കാമോ എന്നുള്ളതായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ അത് സ്വയം ചെയ്ത് സ്വയം റിസൾട്ട്സ് കണ്ടു തുടങ്ങി, സ്വയം ഈ ചേഞ്ചസ് വന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഹിസ് കൺവിൻസ്ഡ്. അപ്പോ കീറ്റോ കൊടുത്തിട്ടല്ല, കാർബോഹൈഡ്രേറ്റോ ചോറോ ഒഴിവാക്കിയിട്ടല്ല, സാധാരണ നമ്മുടെ ചോറും സാമ്പാറും ഒവയിലും ചിക്കൻ കറി, മീൻ കൂട്ടാൻ അതൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയത്. പക്ഷെ ഇതിൽ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് വെറുതെ അങ്ങോട്ട് കൂട്ടുകയല്ല ചെയ്തത്, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് കൊണ്ടുവന്നു. കുറെ വെജിറ്റബിൾസ് ആൻഡ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കൊണ്ടുവന്ന കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് കൂട്ടി. പിന്നെ ഫാറ്റ് കോണ്ടന്റ് കുറച്ച് കൂട്ടി, കൂടുതലും അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കുറച്ച് കൂട്ടി. പ്രോട്ടീൻ ഒരു ഫേസ്ഡ് ലെവലിലാണ് ഇൻക്രീസ് ചെയ്തത്. പൊതുവെ പ്രോട്ടീന്റെ കോണ്ടന്റ് പറയുന്നത് 0.8 to 1.5 ടൈംസ് യുവർ ബോഡി വെയിറ്റ് എന്നുള്ള, അപ് ടു 2 വരെ പോവാം ഒരു പ്രോഗ്രസീവ് ഓവർലോഡ് ഒക്കെ ചെയ്യുകയാണെന്ന്. 100 കിലോ ഒരാളാണെന്നുണ്ടെങ്കിൽ 80 ഗ്രാം തൊട്ടൊരു 100-120 ഗ്രാം വരെയുള്ള രീതിയിൽ ആ ഒരു പതുക്കെയാണ് നമ്മൾ പ്രോട്ടീൻ ലെവൽ കൂട്ടിയത്. ഇതിന്റെ ഒപ്പം അത് കഴിഞ്ഞ ശേഷം അതിന്റെ ഒപ്പം പതുക്കെ കാർബോഹൈഡ്രേറ്റ് ലെവൽസും ഇൻക്രീസ് ചെയ്തു. നൗ ഹിസ് ഓഫ് ടാബ്ലറ്റ്സ്, ടാബ്ലറ്റ് കഴിക്കൽ നിർത്തി പുള്ളിക്കാരൻ ഇതാ ചെയ്യുന്നത്. സോ ഐ എം ഷുവർ ഡെന്നിസിന്റെയും ക്ലയൻസ് ഇതേമാതിരിയുള്ള ട്രാൻസ്ഫോർമേഷൻസ് ഇതൊക്കെ തന്നെ ആയിരിക്കും സ്റ്റോറി അല്ലേ? ഡെഫിനറ്റ്ലി. യൂഷ്വലി എനിക്കും ക്ലയൻസ് വരുമ്പോഴത്തേക്ക് ഞാൻ എന്റെ ഡയറ്റ് ലിസ്റ്റിനകത്ത് റൈസ് കൊടുക്കും. റൈസ് കഴിക്കാൻ പറ്റില്ലെന്ന് പറയാൻ റൈസ് കഴിച്ചിട്ട് വന്നാൽ മതി എന്ന് ഞാൻ പറയും. അപ്പൊ അങ്ങനെയാണ് ഞാൻ അവരുടെ ഒരു ബോഡി കേൾക്കുമ്പോ ഓർമ്മ വരുന്നത് നമ്മുടെ കല്യാണരാമനിലെ ഇന്നസെന്റിനെയാണ്. ചോറെടുത്ത് ഞാൻ റീസൺ എന്താ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അവര് ഡയറ്റ് നോക്കുമ്പോൾ എന്റെ അടുത്ത് പറയണ ആരാണ്, ഞാൻ ചോറൊക്കെ അവോയ്ഡ് ചെയ്തു. അപ്പൊ അവർക്ക് ആ ഒരു റിയലൈസേഷൻ വരാൻ വേണ്ടിയിട്ട് ചോറല്ല റീസൺ വൈ യു ആർ ഫാറ്റ്, വൈ യു ആർ നോട്ട് ലൂസിങ് ഫാറ്റ്, അത് ടോട്ടൽ കാലറി, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരാൻ വേണ്ടി ഞാൻ നിർബന്ധമായിട്ട് പറയും ചോറ് കഴിക്കണം, ചോറ് കഴിക്കാണ്ട് ട്രെയിനിങ്ങിന് വരണ്ട എന്ന് ഞാൻ പറയും. അപ്പൊ ആ ഒരു റിയലൈസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നത്തിങ്, ഇറ്റ്സ് നോട്ട് ലൈക്ക് റൈസ് തന്നെ നിർബന്ധമായിട്ട് കഴിക്കണമെന്നൊന്നുമില്ല, വേറെ ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ യൂഷ്വലി ഐ പ്രിഫർ, ഞാനൊരു മെൻസസ് കോമ്പറ്റീഷൻ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 20% ബോഡി ഫാറ്റ് 8% ബോഡി ഫാറ്റിലോട്ട്, സിംഗിൾ ഡിജിറ്റ് ബോഡി ഫാറ്റ്, സ്കിന്ന് മാത്രം വലിയുന്ന പേപ്പർ തിൻ സ്കിന്ന് വരെ ഞാൻ ബോഡി ഫാറ്റ് എത്തിച്ചിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് റൈസാണ്. ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ടെന്ന ഒരു കാർബോഹൈഡ്രേറ്റ് സോഴ്സ് റൈസ് ആണ്. ഞാൻ വേറൊരു കാർബോഹൈഡ്രേറ്റ് സോഴ്സ് എനിക്ക് ഇഷ്ടമല്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, വർക്കൗട്ടിന് മുന്നേ ഇത് കഴിക്കുമ്പം ഐ ഫീൽ ഗുഡ്. പിന്നെ എപ്പോഴും ഒരു അതും പിന്നെ കുറച്ച് ചിക്കൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദ മീൽ ഇസ് കംപ്ലീറ്റ് എന്നുള്ളൊരു ഫീലിംഗ്. അപ്പൊ അങ്ങനെ ഐ പ്രിഫർ റൈസ്. എനിക്ക് ചപ്പാത്തി ഒന്നും കഴിച്ചു കഴിഞ്ഞാൽ ടു ബോറിംഗ്. അപ്പം യൂഷ്വലി എനിക്ക് വരുന്ന ക്ലയൻസിനും ഞാൻ പറയുന്നത് റൈസ് കഴിക്കണം. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് കാലറി ഡെഫിസിറ്റ്. നമ്മൾ കാലറി ഡെഫിസിറ്റ് നിന്ന് കഴിഞ്ഞാൽ ഫാറ്റ് കുറയും. അത് മനസ്സിലാവുന്നില്ല ആൾക്കാർക്ക്, അതാണ് മെയിൻ പ്രശ്നം. ആൻഡ് സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഞാൻ ഐ എം സോ ഹാപ്പി ടു ടോക്ക് ടു യു. കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഫിറ്റ്നസ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയില് ഫിറ്റ്നസ്, സോ കോൾഡ് ഫിറ്റ്നസ് എക്സ്പെർട്സ്, ഇതിൽ എത്ര പേർക്ക് കാർബോഹൈഡ്രേറ്റ് എന്താണ്, പ്രോട്ടീൻ എന്താണ്, ഫാറ്റ് എന്താണെന്നോ, അതിന്റെ മെറ്റബോളിക് പാത്വേ എന്താണെന്നോ, അതിന്റെ ബൈ പ്രോഡക്റ്റ് എന്താണെന്നോ ഒന്നും എത്ര പേർക്ക് അറിയാം? വളരെ ചുരുക്കം ആൾക്കാർക്ക് അറിയാം. അതിലൊരാളാണ് ഡെന്നിസ്. ഐ എം സോ ഹാപ്പി ടു ഹാവ് ദിസ് കോൺവെർസേഷൻ വിത്ത് യു. ഞാൻ എപ്പോഴും പറയും, നോട്ട് ബ്രോ സയൻസ് ബട്ട് റിയൽ സയൻസ് സംസാരിക്കാൻ പറയുന്നത്. അപ്പോ ഈ പറഞ്ഞ മാതിരി വളരെ വാലിഡ് ആയിട്ടുള്ള ഇൻപുട്ടാണ്. ചോറ് കഴിച്ചാലല്ല, ചോറല്ല പ്രശ്നം, അത് എന്ത് ഭക്ഷണവും ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചാൽ ഹെൽത്തി ആവും. അപ്പൊ ഞാനെപ്പോഴും പറയും, ഹെൽത്തി ആൻഡ് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട്, 6 pack ആപ്സ് ആവാൻ വേണ്ടിയിട്ട്, ഇഫ് യു ഡോണ്ട് എൻജോയ് ദ ലൈഫ്, അതിലെന്ത് കാര്യമുണ്ട്? ഒരു പീസ് കേക്ക് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പോയി കഴിക്കണം, ഒരു ഷവർമ കഴിക്കണോ? എൻജോയ് ലൈഫ് മാൻ, അല്ലേ? റൈറ്റ്? ആൻഡ് സ്റ്റിൽ ബി ഫിറ്റ് ആൻഡ് സ്റ്റിൽ ബി പാക്കിംഗ് സം മസിൽസ് ആൻഡ് സ്റ്റിൽ ബി ഹെൽത്തി. അങ്ങനെ ആയാലും ഒരു ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഇൻ ഹോളിസ്റ്റിക് ടേമിലാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചോറ് കണ്ടു കഴിഞ്ഞാൽ പേടി, ഒരു ഫിയർ ഓഫ്, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല ഭക്ഷണത്തിനോട്. അല്ല, മെയിൻ പ്രശ്നം ഫിറ്റ്നസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി കാണിക്കുന്ന ഒരു ഭാഗമാണ് ഫിറ്റ്നസ്.
പക്ഷെ ഇവിടുത്തെ ആൾക്കാർ ഫിറ്റ്നസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് കാണും. അയ്യോ ഫിറ്റ്നസ് പണിഷ്മെന്റ് ആണ്. പണിഷ്മെന്റും അല്ല, നമ്മൾ ഡയറ്റ് നോക്കണം, അയ്യോ രാവിലെ ജിമ്മിൽ പോകണമല്ലോ, ആ ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പം അത് മാറ്റിയെടുക്കാനാണ് നമ്മൾ പറയുന്നത്, നിങ്ങളൊരു ബാലൻസ്ഡ് മീൽ കഴിക്കും, ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യും, നല്ലപോലെ വെയിറ്റ് ട്രെയിൻ ചെയ്യും എന്ന് പറയുന്നത്. ബട്ട് റാദർ അവർക്ക് ഒരു മാസം കൊണ്ട് 10 കിലോ കുറയ്ക്കണം. സോ ഞാൻ പറയട്ടെ, ഞാനിപ്പോ ഒരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്താൽ, എന്റെ അടുത്തൊരു, ഞാനിപ്പോ ജിമ്മിന്റെ മെമ്പർഷിപ്പ് 2000 രൂപ വെച്ചിട്ട് എനിക്ക് പ്രോഫിറ്റ് ആണ് മെമ്പേഴ്സിന് എടുക്കുക. എന്നിട്ട് എന്റെ അടുത്ത് ക്ലയന്റ് എന്ന് പറയാൻ എനിക്ക് ഒരു മാസം കൊണ്ട് 10 കിലോ കുറക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലയന്റ് ആരാന്ന് നോക്കത്തില്ല, ഗെറ്റ് ഔട്ട് അടിക്കും. നമുക്കുണ്ടല്ലോ, നമ്മൾ ഇന്ത്യയില് ഡെന്നീസിനെ മാതിരിയുള്ള കൂടുതൽ ഫിറ്റ്നസ് പ്രൊഫഷണൽസിനെയാണ് കൂടുതൽ വേണ്ടത്. കാര്യം അല്ല, ഞാൻ തമാശ പറഞ്ഞല്ല. കാര്യം ഇത് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും തന്നെയുള്ള ഈ മസിലുള്ള ആൾക്കാർ പറഞ്ഞു പരുത്തുന്ന ഇതുമാതിരിയുള്ള ഫോർ ലാക്ക് ഓഫ് എ ബെറ്റർ വേർഡ് മണ്ടത്തരങ്ങൾ കൊണ്ടാണ് കുറെ ആൾക്കാർക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഹൈപ്പോഗ്ലൈസീമിയ, ബ്ലഡിൽ ഷുഗർ താഴത്തേക്ക് വീണ ഹൈപ്പോഗ്ലൈസീമിയ ചില സമയത്ത് ഇറ്റ് ക്യാൻ ഈവൻ കോസ് ഡെത്ത്, മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുള്ള ഇതാണ്. അപ്പൊ ഇതുമാതിരിയുള്ള അഡ്വൈസ് ഒക്കെ കൊടുക്കുമ്പോ എന്താണ് അതിന്റെ ഒരു ഭവിഷ്യത്ത് എന്ന് മനസ്സിലാക്കാതെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സയന്റിഫിക് നോളജിനെ ഒരു ഫിറ്റ്നസിനായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന ആൾക്കാര്, ലെറ്റ്സ് ഹാവ് മോർ ഡെന്നിസ് ലൈക്ക് ദാറ്റ്. എന്തായാലും ഐ റിയലി എൻജോയ്ഡ് ഈ കോൺവെർസേഷൻ. എനിക്കും കുറെ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ കിട്ടി. ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് ഒരു അടിപൊളി കോൺവെർസേഷൻ. ആൻഡ് ഇനിയും ഇതുപോലത്തെ നല്ല നല്ല ടോപ്പിക്സ് വിൽ ബി ഡിസ്കസിങ് വെരി സൂൺ. ഇനി അടുത്ത തവണ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ പ്രതീക്ഷിക്കുന്നു, rather than ഒരു കമ്പ്യൂട്ടറിന്റെ പുറകെ ഇരുന്നിട്ട്. ഓക്കെ, ആൻഡ് എനിവേസ് ഹോപ്പ് യു ഹാവ് എ ഗ്രേറ്റ് ഡേ. ഞാൻ എല്ലാവരും ഇഫ് ഇൻ കേസ് രാജീവ് അമ്പാടിനെ ഫോളോ ചെയ്യുന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഫോളോ ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക്സും കാര്യങ്ങളും കൊടുക്കാം. രാജീവ് അമ്പാടിന്റെ ക്ലിനിക്ക് എവിടെയാണെന്നും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ന്യൂവോ വിവോ വെൽനസ് ക്ലിനിക്, പാലാരിവട്ടം. ആൻഡ് എന്തും ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് എനിക്കും ഇപ്പൊ ചില ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഒന്നും കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു കംപ്ലീറ്റ് നോളജ് ഒന്നുമില്ല. സോ വെൻ സിറ്റുവേഷൻ ലൈക്ക് ദാറ്റ് ഹാപ്പൻസ്, ഞാൻ രാജീവ് അമ്പാട്ടിലോട്ടാണ് അത് ആ ലിങ്ക് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ഐ പ്രിഫർ ഹിം. ആൻഡ് ഇപ്പം ഓൾമോസ്റ്റ് കാണുന്ന എല്ലാവരും എന്റെ വ്യൂവേഴ്സിൽ ഇപ്പൊ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഹാവ് എ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത്. എനിവേസ്, thank you for tuning in and hope you have a nice day. And until next time, peace. See ya. Bye.